കുറേ നാളിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഓഫ് റോഡ് വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് യൂട്യൂബ് ചാനലിൽ അധികം വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ കൂടുതലും ഹിമാലയൻ വെച്ചുള്ള ഓഫ് റോഡ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ കുറഞ്ഞു, കൂടുതൽ പോസ്റ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ബട്ട് നമ്മൾ താർ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. നമ്മൾ അത്യാവശ്യം കുറച്ച് ഒരു 3-4 ഓഫ് റോഡ് റൈഡ്സ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോഴാണ് വിചാരിച്ചത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണൊക്കെ കൂടുതൽ കുറച്ച് ഓഫ് റോഡ് വ്ളോഗ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും, ഓഡിയൻസായിട്ട് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് റോഡ് വ്ളോഗായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാഗമണിൽ ഒരു അടിപൊളി ഓഫ് റോഡ് ലൊക്കേഷൻ പോയി, അവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ തോന്നിയത്. പക്ഷെ അത് ഫുൾ വീഡിയോ വ്ളോഗായിട്ട് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫാണ്, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പണിയൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മുടെ ഫ്രണ്ട് നിഹാൽ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് ബീച്ചിൽ കുറച്ച് ഓഫ് റോഡ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിഹാൽ തൃശ്ശൂരുള്ള ഒരു ഫ്രണ്ടാണ്, അവൻ്റെ കയ്യിലൊരു ഇസൂസും ഉണ്ട്. നമുക്ക് മുമ്പ് അവൻ ഓഫ് റോഡ് കലാപരിപാടികളിലേക്കൊക്കെ ഇറങ്ങിയതാണ്. നമ്മൾ പണ്ട് ബൈക്കിലും കുറേ ഓഫ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട്, അവനും കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് വിട്ട് നമ്മളെ വിട്ട് പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ആ ഒരു ആ ഫീൽ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓഫ് റോഡിൻ്റെ ആ ഫീൽ അറിഞ്ഞ പിന്നെ ഒരിക്കലും നമ്മൾ വിട്ട് പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല. നമ്മൾ ലൈഫിൽ കൂടെ പല പല പ്രശ്നങ്ങളിൽ കൂടെയും പല ഫീലിങ്സും കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഒരു കുറച്ച് നേരത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര സാറ്റിസ്ഫാക്ടറിയും ഭയങ്കര എന്താ പറയുക മോട്ടിവേഷൻ തരുന്ന ഒരു സംഭവമാണ്. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സോ ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ 2017 എന്തോആണ് നമ്മൾ ഫസ്റ്റ് ഹിമാലയൻ വെച്ചിട്ടൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. സ്വന്തം വണ്ടിയിലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിൽ കൂടെ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു അഡ്വെഞ്ചറാണ് ഓഫ് റോഡിങ്. അപ്പോൾ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ഓഫ് റോഡ് കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ഓഫ് റോഡ് ലൊക്കേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് പ്രാന്തന്മാരുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമുക്ക് സ്നോ ഒഴിച്ചുള്ള എല്ലാ ടെറൈൻസും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, കുറച്ച് അത്യാവശ്യം ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഈ ലൊക്കേഷൻസ് എല്ലാം കവർ ചെയ്തതിന് ശേഷം പതുക്കെ നമുക്ക് കാർ ഓവർലാൻഡിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ എബ്രോഡൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ വെഹിക്കിളിൽ നമുക്ക് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ ഓവർലാൻഡ് ചെയ്ത് പല പല ലൊക്കേഷൻസിലേക്ക് പോകാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോകണമെന്ന് ഫ്യൂച്ചറിൽ താല്പര്യമുണ്ട്. ചെയ്യാൻ പറ്റില്ലോ എന്ന് അറിയില്ല. സോ അതിൻ്റെ ഒരു ബേസിക് സ്റ്റാർട്ടിങ് പോലെയാണ് നമ്മൾ അതൊക്കെ ഒരു മനസ്സിൽ പ്രതീക്ഷിച്ചാണ് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഫസ്റ്റ് എടുത്തതിന് ശേഷം ഒരിക്കലും എന്താ പറയുക, നിരാശപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ കുറേ പേര് ഡീമോട്ടിവേറ്റ് ചെയ്തെങ്കിലും ഇത് എടുത്തതിന് ശേഷം ഞാൻ ഹാപ്പിയാണ്. ഇതിൻ്റെതായ പ്രശ്നങ്ങളില്ല എന്നല്ല, ബട്ട് ഹാപ്പിയാണ്. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന തൃശ്ശൂരുള്ളൊരു ബീച്ചിലേക്കാണ്. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ സാധാരണ എല്ലാവരും ഇറങ്ങുന്ന ഒരു പബ്ലിക് ലൊക്കേഷൻസിലല്ല നമ്മൾ വണ്ടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൾറെഡി നമ്മൾ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ നമ്മുടെ ഫ്രണ്ട് നിഹാൽ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ആരും ഇറങ്ങാത്തതാണ്. നമ്മൾ വണ്ടി മാത്രം അവിടെ ഇറക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ബീച്ചിലേക്ക് അങ്ങനെ ആരും വരാറില്ല. സോ ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വീഡിയോ കൂടെ കാണാം. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഓഫ് റോഡ് വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇനി എന്തായാലും ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിൽ പോകാം. അപ്പോൾ നമ്മൾ അവനെ കണ്ടു, അവൻ്റെ സൂസോടെ നീ കിടക്കണം. ആ ഫ്രണ്ടിൽ പോകും. ലൊക്കേഷൻ കറക്റ്റായിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല. യെസ്, അടുത്ത വണ്ടി കൊടുത്തി. പിന്നെ പോലീസുകാരിട്ടുണ്ടല്ലോ, വണ്ടികളെ കുട്ടപ്പനല്ലേ.
പെട്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്. വണ്ടി കുട്ടപ്പനയല്ല, വണ്ടി ഞാൻ ഇന്നലെ സർവീസ് ചെയ്ത് അപ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. ഇന്നലെ ഞാൻ അടിയിൽ മറ്റേ ഗ്രീസൊക്കെ അടിച്ച് കയറ്റിട്ട് ഇനിയിപ്പോ എന്തായാലും കുറച്ച് ഓട്ടൊന്നും ഇല്ലല്ലോ. ടയറൊക്കെ പോളിഷ് പോളിഷ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കും. എനിക്ക് ചെളിയിൽ ഇറക്കണം നല്ല ബീച്ചിലെ തീരെ ഇറക്കിയില്ല, ഇറങ്ങാൻ അറിയാം. പിന്നെ വണ്ടികളൊന്നും ജാമ്പോന്ന സാധനമാണ്, ഒരു കുഴപ്പമില്ലാണ്ട് ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ലല്ലോ. ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ല, ഫുൾ മെക്കാനിക്കൽ എഞ്ചിനാണ്. പോവാണ് അവന്റെ ഇറക്കി 4ലേക്ക് ഇട്ട് 4x4ലേക്ക് ഇട്ട്. ഇറക്കല്ലേ? നമ്മളിപ്പോൾ ഇവിടെ താഴേക്ക് ഇറക്കിയത് വണ്ടിയെല്ലാം അവിടെ സെറ്റുണ്ട്. കുറച്ച് ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കുന്നു. ഓൾമോസ്റ്റ് ഇവിടെ സൺസെറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത്. നോക്കാം, വണ്ടി നല്ല പുഷ്പം പോലെ ഇറങ്ങിയത്, നല്ല ഹാർഡായിട്ടുള്ള ബീച്ച്. റൈറ്റ് പിടി. ഓക്കെ ആ ലൈനിൽ നിൽക്കട്ടെ. യെസ്, നൈറ്റായി. നമ്മളപ്പോൾ വണ്ടിയെല്ലാം എടുക്കണം. ഫസ്റ്റ് കുറച്ച് എക്സോസ്റ്റ് ഊരിക്കെടുക്കുക. വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സൺസെറ്റ് എല്ലാം കഴിഞ്ഞു, അടിപൊളിയാണ്. ഗൈസ്, നമ്മളിപ്പോൾ പോവാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഡ്രൈവാണ് കാണാൻ പോകുന്നത്. സൂപ്പറാണ്.
ചെറിയൊരു വാട്ടർ ക്രോസ് കിടക്കാനുണ്ട് ഇവിടെ. ഇപ്പോഴുള്ള ആളല്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ വണ്ടിയൊക്കെ നേരെ മണലിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പോയി കഴുകാനുള്ള പരിപാടിയാണ്. സോ അറ്റത്ത് നോക്കി കാണാൻ പറ്റും ചെറിയൊരു ക്രോസിംഗ് ഉണ്ട്.